ഇറച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്താൽ ആ ഇറച്ചി വേവില്ലെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ വെന്ത് കുഴഞ്ഞും പോയിട്ടില്ലതാ. കായവും കൂടെ ചേർക്കാം. അത് ഈ ലാസ്റ്റ് ഒരു ഇച്ചിരി നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പം അത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ബീഫ് ഫ്രൈ ആണ്. ഒരുപാട് പേരുടെ പരാതിയാണ് ഇറച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്താൽ ആ ഇറച്ചി വേവില്ലെന്ന്. അതിനുള്ള ടിപ്സുകളുമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ? പോകാം വീഡിയോയിലേക്ക്. അതിനായിട്ട് നമ്മളിവിടെ 1 കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ സവാള 2 സവാള എടുത്തിട്ടുണ്ട്. വലിയ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10-15ഓളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്നും ചെയ്യണ്ട, അതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചോ എടുക്കാവുന്നതാണ്. അപ്പം അത് ഇട്ട് കൊടുത്ത് നമ്മൾ ഒലിച്ചു വെച്ച വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 3 പച്ചമുളക് കീറിയത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പെട്ടെന്ന് വേവാൻ, നമ്മളിത് ഇറച്ചി ഫ്രിഡ്ജിൽ വെച്ച ഇറച്ചിയാണ്. ആ ഇറച്ചി പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് നമ്മളിത് ഈ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ നമ്മൾ ഇറച്ചി എപ്പം വെച്ചിട്ടെടുത്താലും അത് വേവാൻ താമസമാണ്. അപ്പം നമ്മൾ ഈ ഒരു നാരങ്ങ നീര് അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ച് കൈവച്ച് തന്നെ ഇതുപോലെ അങ്ങോട്ട് ഞെവിടി ഒരു 1/2 മണിക്കൂർ ഇതുപോലെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഇനി നമുക്ക് ആ ഇറച്ചി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളിത് അടുപ്പിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിത് തീ കുറച്ചിട്ട് ഒന്ന് വേവിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വെള്ളമെല്ലാം ഊറി വരും. തീ കൂട്ടി വെക്കരുത്, തീ കുറച്ചിട്ട് തന്നെ വേവിക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു വരത്തില്ല. എപ്പം നമ്മൾ ഫ്രൈ ചെയ്താലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തീ കുറച്ച് കൊടുത്താൽ മതി ആദ്യം തന്നെ. അപ്പോൾ തീ കുറച്ച് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഊറി വന്നപ്പോൾ ഇനി നമുക്ക് ഈ അടപ്പെടുത്തൊന്ന് അടച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഇറച്ചിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നമ്മൾ എപ്പം കുക്കർ അടപ്പ് തുറന്ന് നോക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഈ വിസിലൊന്ന് പൊക്കി നോക്കിയിട്ട് മാത്രം തുറക്കുന്നതായിരിക്കും നമുക്ക് സേഫ്റ്റി. അപ്പോൾ നമ്മൾ വിസിലൊക്കെ ഒന്ന് പൊക്കി നോക്കി അതിൻ്റെ ആവിയെല്ലാം കളഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളിതൊന്ന് തുറന്നതാ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇച്ചിരി തുറന്നിട്ട് വേവിക്കുമ്പോഴത്തേക്ക് ആ വെള്ളം അങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് അടുപ്പിലൊന്ന് വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ഇട്ട് പകുതി ഒരു മൂപ്പാകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സവാള ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കരുത്, പിന്നെ ഉപ്പിട്ട് കൊടുക്കാവൂ. ഉപ്പിട്ട് കൊടുത്താൽ മൊരിയത്തില്ല, ഇതുപോലെ മൊരിയാതെ അത് വെന്തു പോകും. അങ്ങനെ നമ്മൾ 2 കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഇതിൽ ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഇറച്ചിയിലാണ്ട് ഈ പരുവത്തിൽ നമുക്ക് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ വെന്ത് കുഴഞ്ഞും പോയിട്ടില്ല. നല്ലതുപോലെ ഈ പരുവത്തിന് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിച്ചിരി വെളിച്ചെണ്ണയും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പൊടികളൊക്കെ ഇട്ടപ്പോൾ ഇനി 2 സാധനം കൂടെ ഇടാനുണ്ട്. കുരുമുളക് പൊടി ഇടാനുണ്ട്, പിന്നെ ഒരു ഇച്ചിരി കായവും കൂടെ ചേർക്കാം. അത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. കായവും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ അങ്ങനെ ആരും വലുതായിട്ട് അങ്ങനെ ആ കായം അങ്ങനെ ചേർക്കത്തില്ല. ഇനി നിങ്ങൾ ഇറച്ചിക്കറി ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കായം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പം അതും കറിക്കൊരു ടേസ്റ്റ് കൂടാൻ നല്ലതാണ്. 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇത്രയും കായപ്പൊടി മതി ഉണ്ടാവും. ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് ബീഫ് ഫ്രൈ ആണ്. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.